ഹായ്, ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് അഥവാ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്? മുട്ട് തേയ്മാനം അല്ലെങ്കിൽ കാൽമുട്ടിനുണ്ടാകുന്ന തേയ്മാനം, അതുപോലെ വാദം, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനുകളിലാണ് കാലിന് ഡാമേജ് ഉണ്ടാകുന്നത്. ജനറലി നമ്മൾ പറയുമ്പം 4 സ്റ്റേജിലൂടെയാണ് ഒരു തേയ്മാന സംബന്ധമായിട്ടുള്ള കാൽമുട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖം പോകുന്നത്. അത് ജനറലി ഒരു സ്റ്റേജ് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ സ്റ്റേജ് മാറി ഫൈനൽ സ്റ്റേജിൽ എത്താറുണ്ട്. സ്റ്റേജ് 4 അഥവാ ഓൾമോസ്റ്റ് നിയർ ടോട്ടൽ കംപ്ലീറ്റ്ലി ഡാമേജ് ആകുമ്പോഴാണ് പേഷ്യൻറ്റിന് റിലീഫിന് വേണ്ടിയും പെർമനൻ്റ് ആയിട്ട് ക്യൂറിന് വേണ്ടിയും സർജൻ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഏർലിയർ ആയിട്ട് ചിലപ്പോൾ ഗ്രേഡ് 3യിൽ നിൽക്കുന്ന പേഷ്യൻറ്റിനെ സജസ്റ്റ് ചെയ്യുന്ന കാരണം അവർക്ക് ഉള്ള കോമോർബിഡിറ്റീസ് അഥവാ വേറെയുള്ള ഫാക്ടേഴ്സ്, വേരിയബിൾസ്, നല്ല വെയിറ്റ് ഉള്ള പേഷ്യൻസ്, അതുപോലെ മസിലിന് ബലക്കുറവ് ഉള്ള പേഷ്യൻസ്, അതേപോലെ കാലിൻ്റെ സന്ധികൾക്ക് അല്ലെങ്കിൽ അസ്ഥിക്ക് ബലക്ഷയമുള്ള പേഷ്യൻസിൽ സ്റ്റേജ് 3യിലും നമ്മൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഒരിക്കലും സ്റ്റേജ് മുന്നേ ഉള്ള പേഷ്യൻസിന്, കുറച്ചും കൂടി സ്റ്റേജ് 2 and 1 ഉള്ള പേഷ്യൻസിന് സർജറിയുടെ കാര്യമില്ലാതെ തന്നെ പലപ്പോഴും നമുക്ക് നീ ആർത്രൈറ്റിസിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. എഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളൊരു സർജനെ കാണുകയും ഡോക്ടറുമായിട്ട് നിങ്ങളുടെ ഇവാലുവേഷൻ എങ്ങനെ കംപ്ലീറ്റ്ലി ഇവാലുവേഷൻ നടത്തുന്നു, ഇതിൻ്റെ കാര്യഗൗരവങ്ങൾ, നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്താൽ എന്ത് വ്യത്യാസം, ചെയ്തില്ലെങ്കിൽ എന്ത് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ നിന്നുമാണ് നിങ്ങൾക്കൊരു ഉചിതമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നത്. താങ്ക് യു.